കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നോർമലി റീൽസോ എന്ന് വെച്ചാൽ ഏതെങ്കിലും വീഡിയോ റീൽസോ അല്ലാതെ കോളേജിനെ പറ്റിയുള്ള വീഡിയോസോ ഒന്നും കണ്ടിട്ട് പോയി അഡ്മിഷൻ എടുക്കരുത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്തുകൊണ്ട് TKM ചൂസ് ചെയ്തു, എന്തിന് TKM ചൂസ് ചെയ്തു, TKM എന്ന പേര് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് അടിക്കാതെ വീഡിയോ കണ്ടോ. ഗൈസ്, എനിക്ക് ഈ TKM കോളേജിനെ പറ്റിയോ TKM എന്തുവാണോ TKM അങ്ങനെ ഒരു കോളേജ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നോർമലി +2 കഴിഞ്ഞ് നമ്മൾ എന്തിന് പോകണം എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. എന്തിന് പോകണോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളും ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു. അതിന് പോകണം ഇതിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെയുള്ള കോളേജ് TKMC എന്ന കോളേജ് ഉണ്ട്, വലിയൊരു കോളേജാണ്, വലിയ പേര് കേട്ട കോളേജാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അവിടെ ഇതുപോലെ എൻ്റെ അച്ഛൻ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. TKM എന്ന കോളേജ് ഉണ്ട്, അവിടെ പഠിച്ചാൽ നല്ല പ്ലേസ്മെൻറ്റോടി പാസ്സാവും, നല്ല സ്റ്റുഡൻസ് ആണ്, നല്ല ടീച്ചേഴ്സാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാണ് നോർമലി TKMൽ പോയി അഡ്മിഷൻ എടുത്തത്. ഞാൻ വേറെ ഒരു കോളേജിൽ നോക്കിയില്ല. നോർമലി ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഒന്ന് അമൃത കോളേജില്ല, അവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും എന്തോ നോക്കി, പക്ഷെ അവരായിട്ട് നോക്കിയില്ല. നേരെ TKM കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നല്ല കോളേജാണ്, പഠിക്കാൻ കുഴപ്പമില്ല, എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്, വൈബാണ്, പിന്നെ എനിക്ക് പോയി വരാനും എളുപ്പമാണ്. എന്ന് വെച്ചാൽ എനിക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് ട്രെയിൻ കയറി കൊല്ലത്ത് ഇറങ്ങി, കൊല്ലത്ത് നിന്ന് കിളിക്കൊല്ലൂരിലേക്ക് വേറെ ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ അവിടെ പോയി ഇറങ്ങി എനിക്ക് പെട്ടെന്ന് കോളേജിൽ എത്താനുള്ള അവസരമുണ്ട്. എന്ന് വെച്ചാൽ പോകാനുള്ള സെറ്റപ്പായി. എന്ന് വെച്ചാൽ അടുത്തല്ലേ. ആദ്യമൊക്കെ ഞാൻ കുറച്ച് നാൾ വണ്ടിയിലൊക്കെ ആയിരുന്നു പോകുന്നത്. വണ്ടിയിൽ പെട്രോൾ അടിച്ച് മടുത്ത്. പിന്നെ കയ്യിൽ എന്തെങ്കിലും പൈസ വേണ്ടേ പെട്രോൾ അടിക്കാനും. അതുകൊണ്ട് പിന്നെ മുഷിയും, ഫുള്ള് പൊടിയും, റോഡിൽ ഫുള്ള് പൊടിയും, പിന്നെ കട്ടറും, വണ്ടിയും നാശമാവും, പെട്രോളും പോവും, നമ്മൾ മുഷിയും ചെയ്യും, ടയർഡാവും. രാവിലെ ഇവിടെ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങി അവിടെ ഒരു 9 മണിയാകുമ്പോൾ എത്തും. പിന്നെ വൈകിട്ട് എപ്പോഴെങ്കിലും ഇറങ്ങി നമ്മൾ രാത്രി വീട്ടിലെത്തും. വണ്ടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പയ്യെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ്, എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞ്, പിന്നെ ട്രെയിനിൻ്റെ കാര്യം ഞാൻ ചോദിച്ചറിഞ്ഞ് അന്ന് തൊട്ട് പിന്നെ ട്രെയിനില്ല. ഒരു ആദ്യത്തെ ഫസ്റ്റ് സെമ്മാന്ന് തോന്നുന്നു. ഫസ്റ്റ് സെമ്മ് മാത്രമേ ഞാൻ വണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ പോകുന്ന നല്ല എളുപ്പം. എന്ന് വെച്ചാൽ TKM കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റേഷനുണ്ട്, കിളിക്കൊള്ളൂർ എന്ന സ്റ്റേഷനുണ്ട്. അവിടെ പോയി ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്ന കോളേജ് എത്തി. ഞാൻ വിചാരിക്കും യൂണിഫോം ഇല്ലേ കോളേജിൽ, എന്താ ഒരു പ്രൊഫഷണൽ കോളേജ്, ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജ് ആകുമ്പോൾ യൂണിഫോം മസ്റ്റ് അല്ലേ. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് യൂണിഫോം ഇല്ലാനെ. എനിക്ക് അറിഞ്ഞുകൂടാ യൂണിഫോം എന്താ ഇല്ലാത്തതെന്ന്, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തുമല്ലേ, കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാമല്ലോ, സീനൊന്നും ഇല്ല. യൂണിഫോം ഇട്ട് അത്ര വലിയ CBSE ആവണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അതൊരു സുഖമാണ്. പക്ഷേ യൂണിഫോമും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു, വലിയ കാര്യമൊന്നും ഇല്ല. കളർ ഡ്രസ് ആയിരുന്നു കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ യൂണിഫോം ഇടുമ്പോൾ വിചാരിക്കുമ്പോൾ കളർ ഡ്രസ് മതിയെന്ന്, കളർ ഡ്രസ് ഇടുമ്പോൾ പറയുമ്പോൾ യൂണിഫോം മതിയെന്ന്, ആ ഒരു മൈൻഡ് ആയിരുന്നല്ലോ നമ്മൾ എല്ലാവരും. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ യൂണിഫോം ഇല്ല, കളർ ഡ്രസ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരണം. പിന്നെ ID കാർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ TKM വന്ന് ആദ്യത്തെ ദിവസം SIP പ്രോഗ്രാമൊക്കെ ഉണ്ട്, 10 ദിവസത്തേക്കുള്ള എന്തോ ഒരു പ്രോഗ്രാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ തിരക്കി നോക്കിയപ്പോൾ നല്ല കോളേജാ, പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു. കയറിയ ടൈമിലൊക്കെ നല്ല പരിപാടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കയറിയ ടൈം ഫസ്റ്റ് നമ്മൾ 2021 കയറിയത്. 2021 കയറിയ ടൈമിൽ നല്ല പരിപാടിയും നല്ല ഒരു ആംബിയറൊക്കെ, എന്ന് വെച്ചാൽ ആംബിയൻസ് അറ്റ്മോസ്ഫിയറൊക്കെ നൈസായിരുന്നു. എന്ന് വെച്ചാൽ ഓരോ യൂണിയൻ ഉണ്ടായിരുന്നു, യൂണിയൻ്റെ കുറേ പരിപാടി, പിന്നെ പിള്ളേരെ ഓരോ ക്ലബിൻ്റെ ഓരോ പരിപാടി, അങ്ങനെ ആ ടൈമിലൊക്കെ നല്ല പരിപാടിയായിരുന്നു. കിടിലം നല്ല പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ST എന്ന് വെച്ചാൽ കോളേജിലെ ഏറ്റവും മെയിൻ പരിപാടിയാണ്. ഒരു 4 ദിവസം 3 ദിവസം ഉള്ള പരിപാടിയാണ് ST എന്ന് പറഞ്ഞാൽ. STക്ക് മസ്റ്റായിട്ട് എല്ലാ കോളേജിലും കുറേ സ്റ്റുഡൻസ് വരും. പിന്നെ യാത്രയിൽ പ്രോ ഷോ കാണും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. DJ, അങ്ങനെ കുറച്ച് നല്ല കിടിലം പരിപാടി ഉണ്ടായിരുന്നു. ഓരോ ഗെയിംസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു STക്ക്. കഴിഞ്ഞ വട്ടം അങ്ങനെ ഞങ്ങളിപ്പം കയറി കഴിഞ്ഞിട്ട് 2 ST ആയിട്ടുള്ളൂ. 2 ST എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലെ ഒരു ST, സെക്കൻഡ് ഇയറിലെ ഒരു ST. ഇപ്പം ആ ഒരു 2 STയും കിടിലം പോയി ഒരുവിധം എൻജോയ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ പയ്യെ വന്നപ്പം പരിപാടി കുറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ കാര്യമൊന്നും. ഇപ്പം നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നോർമലി റീൽസോ എന്ന് വെച്ചാൽ ഏതെങ്കിലും വീഡിയോ റീൽസോ അല്ലാതെ കോളേജിനെ പറ്റിയുള്ള വീഡിയോസോ ഒന്നും കണ്ടിട്ട് പോയി അഡ്മിഷൻ എടുക്കരുത്.
അവിടെ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിനോട് ചോദിക്കണം, കോളേജ് എങ്ങനെയുണ്ട്, പരിപാടി എങ്ങനെയുണ്ട്, എങ്ങനെ വൈബാണോ, പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്, ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഏതൊരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. അല്ലാതെ റീൽസ് കണ്ടിട്ട് പരിപാടി ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്നും പറഞ്ഞ് പോയി ഒരിക്കലും അഡ്മിഷൻ എടുക്കരുത്. ലാസ്റ്റ് മുമ്പിൽ തന്നെ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കോളേജിൽ ഒരു പരിപാടിയില്ല, നിങ്ങൾ പറയുന്ന പോലെ. ഇപ്പം ST നടക്കുന്ന ടൈം ഞാൻ പറഞ്ഞില്ല, ST എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തെ പരിപാടിയാണ്, കിടിലം പരിപാടിയാണ്. ആ പരിപാടി പോലും ഈ വട്ടം നടന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ വന്നു. 2 മാസം ഫുൾ ലീവ് ആയിരുന്നു, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. നിങ്ങളോട് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ കാണാത്ത ശേഷം ഒന്ന് കണ്ടു നോക്കുക, അന്നേരം മനസ്സിലാവും. അങ്ങനെ 2 മാസം ലീവായിരുന്നു. ST പരിപാടി നടന്നില്ല, ഇലക്ഷൻ നടന്നില്ല. ഇലക്ഷൻ ഉണ്ടായാലേ കോളേജിൽ യൂണിയൻ ഉള്ളൂ. ഏതെങ്കിലും ഒരു യൂണിയൻ മുന്നോട്ട് വെച്ചാലേ ആ പരിപാടി നടക്കത്തുള്ളൂ, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ യൂണിയനും ഇല്ല, ഇപ്പം ലാസ്റ്റ് സ്റ്റുഡൻസ് ഒരുമിച്ച് നിന്നിട്ട് പരിപാടി നടത്താം എന്നുള്ള രീതിയിൽ വന്നായിരുന്നു. ബട്ട് ഈ ഒരു ഹോസ്റ്റൽ ഫുഡിൻ്റെ ഇഷ്യൂവും പിന്നെ മഞ്ഞപ്പിത്തവും ഒക്കെ വന്നപ്പം പിള്ളേർ ഫുള്ള് ഡൗൺ ആയി, പിള്ളേർക്ക് കുറേ പേർക്ക് മഞ്ഞപ്പിത്തമായി. അങ്ങനെ പിന്നെ ടൈം അങ്ങനെ പോയി, ഒരു പരിപാടി നടന്നില്ല. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇയർ വന്നവര് ഭയങ്കര ഷോക്കായിരുന്നു. ഫസ്റ്റ് ഇയർ ഇപ്പം വന്നില്ലേ, കഴിഞ്ഞ ഫസ്റ്റ് ഇയർ വന്ന ഭയങ്കര ഷോക്കായിരുന്നു. അവർക്ക് ഒരു പരിപാടിയും കിട്ടിയില്ല, എൻജോയ്മെന്റും കിട്ടിയില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ആയിരിക്കും മിക്കവാറും അടുത്ത വർഷം വരുന്ന പിള്ളേരും. ചിലപ്പോൾ എനിക്കറിയത്തില്ല, ഇലക്ഷൻ ആ ടൈമിലൊക്കെ നടക്കുമായിരിക്കും. എന്തായാലും യൂണിയൻ ഇല്ല. ഇപ്പോൾ യൂണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഇറങ്ങി ഓരോ പരിപാടിയൊക്കെ നടത്തി തരും. അതുപോലെ നമുക്ക് എൻജോയ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഒന്നും അല്ല ഈ വട്ടം ഒരു പരിപാടിയും ഇല്ല, ഒരു കുഴപ്പമില്ല. ചുമ്മാ ഇങ്ങനെ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, എക്സാം എഴുതുന്നു, സീരീസ് എഴുതുന്നു, ലാബ് എഴുതുന്നു, അസൈൻമെന്റ് എഴുതുന്നു, അത്രേ ഉള്ളൂ. കോളേജ് എന്ന് വെച്ചാൽ ആദ്യം വന്നപ്പം കൊള്ളായിരുന്നു, ഇപ്പം കൊള്ളൂല എന്ന് വെച്ചാൽ വേറെ ആരും പറയുന്ന അഭിപ്രായമല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. ടീം റാങ്ക് വരുമ്പോൾ ഇത് കാണിച്ചിട്ട് പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളോ, പിന്നെ NRI വഴി കയറാൻ പറ്റും, മാനേജ്മെന്റ് പൈസ കൊടുത്ത് കയറാൻ പറ്റും. അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. ഇപ്പം എല്ലാവരും ഇപ്പം എന്നോട് പറയുന്നത് കൊല്ലത്ത് തന്നെ പെരുമൺ കോളേജിലും TKM കോളേജിലാണ് കുറേ അഡ്മിഷൻ വരുന്നതും. എന്ന് വെച്ചാൽ അവിടെ പഠിക്കാൻ ആഗ്രഹം പിള്ളേർക്ക്, എന്ന് വെച്ചാൽ അത്രയും വലിയ കോളേജാണ്, വൈബാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പഠിത്തം ഓക്കെ, ഞാൻ പറയുന്നില്ല, പഠിത്തം ഓക്കെയാണ്, പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തും. പ്ലേസ്മെന്റ് ഒക്കെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്ലേസ്മെന്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1% ഉണ്ട്, എന്നാലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പ്ലേസ്മെന്റ് കാണുമല്ലോ. പിന്നെ പരിപാടിയുടെ കാര്യമാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. ഒരു പരിപാടിയില്ല കോളേജിൽ വന്നിട്ട്, ഒരു പരിപാടിയില്ല. ചെറിയ പ്രോഗ്രാമിൽ നടക്കും അവിടെ ഇവിടെ ഉള്ളൂ. ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാം നടത്തുന്നതായിട്ട് വേറെ ഒരു പരിപാടിയില്ല അവിടെ. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ വിചാരിക്കും, TKM കോളേജിൽ വീടിലും പരിപാടിയൊക്കെയാ, വീടിലും പിള്ളേരൊക്കെ ഉണ്ട്, വൈബ് അടിക്കാൻ പിള്ളേരൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടല്ലേ ഈ ഒരു പുലിവാളൊക്കെ പിടിക്കുന്നത്. അതാണ് കുഴപ്പം. അതാ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് തിരക്കിയിട്ടൊക്കെ വരിക, ഓക്കെ, അഡ്മിഷൻ എടുക്കുന്നവര്. പഠിക്കണമെങ്കിൽ പഠിക്കാം, അലമ്പണമെങ്കിൽ അലമ്പി നടക്കാം, അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇരിക്കും. എന്നുവെച്ചാൽ ചിലർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറവായിരിക്കും, ചിലർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ മാറ്റർ അനുസരിച്ചിരിക്കും, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സോ നിങ്ങൾക്ക് നോർമലി TKM കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. യൂണിഫോം ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം. ലീവ് എടുത്താൽ അറ്റൻഡൻസ് കുറയും. അറ്റൻഡൻസ് കുറഞ്ഞാൽ എന്ത് പ്രശ്നം? എക്സാം എഴുതാൻ പറ്റൂല. എന്ന് വെച്ചാൽ 75-ന് താഴെ ശതമാനം ആയാൽ പിന്നെ കണ്ടൻസേഷൻ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എക്സാം എഴുതാൻ വേണ്ടി, സെം എക്സാം എഴുതാൻ വേണ്ടി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാം. യൂണിഫോം ഇല്ലാതെ എവിടെയും പോവാം, ആരോടും ചോദിക്കാതെ എവിടെയും പോവാം. ഗേറ്റിന്റെ വെളിയിൽ പോവാം, അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. എവിടെ പോകുന്നത്, എങ്ങോട്ട് പോകുന്നു ഒന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാം, കറങ്ങാൻ പോവാം, സിനിമ കാണാൻ പോവാം, ഫുഡ് കഴിക്കാൻ പോവാം, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ലീവ് എടുത്തോ പോവാം, ക്ലാസ് കട്ട് ചെയ്തൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിക്കാം. അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, സെം എക്സാം ആകുമ്പം 75% നമ്മുടെ ET ലാബിൽ വേണം. ET ലാബ് എന്ന് വെച്ചാൽ ഒരു ആപ്പാണ്, എന്ന് വെച്ചാൽ ഫുൾ അറ്റൻഡൻസ് അതിലുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ET ലാബ് എന്ന് പറഞ്ഞ സംഭവം വരും. നമ്മുടെ ഒരു ആപ്പാണ്, എന്ന് വെച്ചാൽ എല്ലാ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കാണും. ET ലാബ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കാണും. ആപ്പിനകത്ത് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ അറ്റൻഡൻസ് കാര്യങ്ങൾ വരും. ഓരോ ടീച്ചർമാർ അതിലായിരിക്കും അറ്റൻഡൻസ് ഇടുന്നത്. അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും 75% താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. പിന്നെ കണ്ടർനേഷൻ അടയ്ക്കണം. ആകെപ്പാട് കണ്ടർനേഷൻ ഉള്ള 2 കണ്ടർനേഷനാണ്.
പിന്നെ എല്ലാം പൈസ കൊടുത്ത് അറിയേണ്ട കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് 75% താഴെ കുറയാതെ നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. 75 കുറഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റൂല. ഇത് 80-90 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിപ്പും കാണിക്കാം. ക്ലാസ് കട്ട് ചെയ്യുമോ, മറ്റേ കാണിക്കുമോ, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വെളിയിൽ പോയിരിക്കുമോ, ഫുഡ് അടിക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ഒരു വിഷയമില്ല അവിടെ. ഞാൻ പറഞ്ഞ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും കറക്കാൻ പോകും. യൂണിഫോം ഇല്ലാതെ സിനിമ കാണാൻ പോവാം, മനസ്സിലായോ? കളർ ഡ്രസ് ആണല്ലോ, അത് ആരും അറിയുന്നില്ല, TKM പിള്ളേരാന്ന് അറിയുന്നില്ലല്ലോ. എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ ID കാർഡ് ഉണ്ട്, ID കാർഡ് മാസമായിട്ട് ഗേറ്റിന്റെ കാണിക്കാം, അവിടെ കാണിച്ചിട്ട് കയറണം. സെക്യൂരിറ്റി അറിയാണെങ്കിൽ പിന്നെ ചോദിക്കുന്നൊന്നുമില്ല, എന്തായാലും ചോദിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെന്തുവാ, പിന്നെ ഞാൻ കോളേജിൽ ഇപ്പം പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് പോയായിരുന്നു, സീരിയസ് എക്സാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് പോയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആ സമയത്ത് ഇരുന്ന് മൈക്കിലെത്തുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, എടുത്തിട്ട് ഞാൻ ഇടാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ സെം എക്സാം വരുമല്ലേ, എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് മെസ്സേജ് ഇടുക. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു തരും, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഐഡിയോ എന്തെങ്കിലുമൊക്കെ ഷെയർ ആക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് മെസ്സേജ് റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.